സുഹൃത്തുക്കളെ, ഞാൻ ശബരിമലയിൽ പോകണമെന്ന് 18-ാം തീയതി നട അടയ്ക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ മാസം പോയി. ഞാൻ പണ്ടൊക്കെ സ്ഥിരമായിട്ട് 10-12 വർഷം മുമ്പൊക്കെ സ്ഥിരമായിട്ട് 1-ാം തീയതിയൊക്കെ പോകുമായിരുന്നു. ഇപ്പം ഞാനത് നിർത്തി വെച്ചിരുന്നതാണ്. ഇപ്പം എൻ്റെ മകനൊരു വണ്ടി എടുത്തപ്പോൾ ഞാൻ പിന്നെ അതിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി. അപ്പോൾ ഞാൻ ഇന്നിപ്പം പോകുന്ന റൂട്ടെന്ന് പറയുമ്പം ഇവിടെ നിന്ന് മണ്ണന്തല 1 കിലോമീറ്റർ, അത് കഴിഞ്ഞിട്ട് ആയൂരിന്ന് അഞ്ചൽ വഴി പുനലൂർ വഴി പോകാനുള്ളൊരു ഇതാണ്. നമ്മളൊക്കെ പലരും കൊട്ടാരക്കര വഴിയാണ് പോകുന്നത്. ഞാൻ ഈ വഴിയൊന്ന് പോയി നോക്കാം ഇന്ന്. അപ്പം ഇന്നിപ്പം മണി 4:34 ഇന്ന് തന്നെ പോയിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാനിപ്പം കേരളാതിഥ്യപുരത്തെത്തി. ഇവിടെ നിന്നാണ് ഞാൻ മണ്ണന്തലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് മണ്ണന്തലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മണ്ണന്തല എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ നേരെ ആയൂർ വഴിയാണ് പോകുന്നത്. ഇതാണ് നമ്മൾ മണ്ണന്തല ജംഗ്ഷൻ. ഇവിടുന്ന് ഏകദേശം ആയൂർ വരെ 43 കിലോമീറ്റർ എന്താ ഉണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവം ഞാൻ പല പ്രാവശ്യം വിചാരിക്കുമ്പോൾ ഇത് പോത്തങ്കോട് ഈ MC റോഡ് കൊട്ടാരക്കര ഈ റൂട്ടിൽ പോകുമ്പോൾ എപ്പോഴും നമുക്ക് പക്ഷേ പോത്തങ്കോട് വഴി പോണതാണ് നല്ല. ഈ മണ്ണന്തല റോഡിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മണ്ണന്തല ടു വെഞ്ഞാറമൂട് റോഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് വളവും ഉള്ളതാണ്. പക്ഷേ നമുക്ക് യഥാർത്ഥം പറഞ്ഞാൽ എനിക്ക് ഇപ്പം കരിയത്ത് ചെന്നിട്ട് നമുക്ക് പോത്തങ്കോട് പോയി അവിടെ നിന്ന് വെഞ്ഞാറോട് പോകണത് യഥാർത്ഥം പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ എപ്പോഴും ഇറങ്ങുമ്പോഴും ഈ റൂട്ടിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എനിക്ക് ഇപ്പം ഉദാഹരണം എൻ്റെ വീടെന്ന് പറയുന്നത് ഈ കരിയത്തിൻ്റെയും ഈ കേരളാതിഥ്യപുരം എന്ന് പറയാം എൻ്റെ ഇടയ്ക്കാണ്. അപ്പം മണ്ണന്തലയും ശ്രീകാര്യവും എനിക്ക് ഏകദേശം ഒരേ ദൂരമാണ്. അങ്ങനെ നമ്മൾ ആയൂരെത്തി. ആയൂരിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ അഞ്ചലിലോട്ട് പോകുന്നത്. ഇതാണ് അഞ്ചലിലോട്ട് പോകുന്ന വഴി. ഞാൻ കഥ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഈ അഗ്നിദേവൻ എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ. അപ്പം ഞാൻ ഈ അഞ്ചൽ കോളേജിൽ ടൂറ് അന്നത്തെ രീതിയിൽ ടൂറ് പണിയെന്നാണ് നമ്മൾ പറയുന്നത്. അന്ന് ഇലക്ട്രിക് പണിക്ക് വന്നപ്പം അഗ്നിദേവൻ എന്ന് പറഞ്ഞൊരു ഫിലിം കാണാൻ വന്നു. അത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷോയാണ് കാണാൻ വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഇറങ്ങിയതിൻ്റെ അന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ആ സിനിമയ്ക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തതിന് ശേഷം പടമെല്ലാം കണ്ട്. ഇപ്പം മോഹൻലാലിൻ്റെ അന്നൊരു ഫാൻസാണ് നമ്മൾ. മോഹൻലാലിൻ്റെ ഫിലിം എന്നൊക്കെ വെച്ചാൽ നമുക്കൊരു രസമാണ്. അപ്പം ആ ടിക്കറ്റ് വെച്ച് തന്നെ അന്ന് ആ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഒരു ഷോ ഉണ്ട് ആ തിയേറ്ററിൽ. ആ ടിക്കറ്റ് വെച്ച് തന്നെയാണ് പിന്നെ ഒരു രണ്ടാമത് ടിക്കറ്റ് എടുത്തില്ല. ആ ടിക്കറ്റ് വെച്ച് പിന്നെ ആ തിയേറ്ററിൽ തന്നെ കയറി. പക്ഷേ അന്ന് അവിടെ ആ തിയേറ്ററിൽ സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഷോയ്ക്ക് ആൾ കുറവായിരുന്നു. എന്നാലും ആളുണ്ട്. അവരെ കൂടെ തന്നെ പിന്നെയും നമ്മൾ രണ്ടുപേരുണ്ടായിരുന്നു. ടിക്കറ്റൊന്നും ചോദിച്ചില്ല. പിന്നെയും അവിടെ തന്നെ ഇരുന്ന് പടം ഫുള്ള് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഒരു ടിക്കറ്റ് തന്നെ 2 പ്രാവശ്യം പടം കണ്ടത് ശരിയൊന്നും അല്ല. പിന്നെ അന്നത്തെ ഒരു രസത്തിൽ അതൊക്കെ ഞങ്ങൾ ചെയ്തതാണ്.
പിന്നെ വേറൊരു കഥയും കൂടെ ഉണ്ട്. ഈ അഞ്ചൽ കോളേജിൽ പണിക്ക് ആണ് പോകുന്നത്. പണി കഴിഞ്ഞിട്ട് രാത്രി ഇതേപോലെ ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്ന ഒരു ദിവസം, അതൊരു ദിവസത്തെ കഥയാണ്. രാത്രി ആഹാരമൊക്കെ ഒരു പഴയ വീട്ടിലാണ് കിടക്കുന്നത്. ഒരു പഴയ ടെറസ് വീട്, ഇപ്പം ഒന്നും ഓർമ്മയില്ല. അതിനകത്ത് അപ്പം ഒരു നല്ല ഇതേപോലെ സിനിമയൊക്കെ ചിലപ്പം കണ്ടിട്ടായിരിക്കും വന്ന് കിടന്നതായിരിക്കും. എനിക്കതും കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഒരുപാട് വർഷമാവും. അഗ്നിദേവൻ റിലീസ് ഡേറ്റ് നിന്ന് അടിച്ചാൽ നമുക്കത് മനസ്സിലാവും എത്ര വർഷം മുമ്പാണെന്ന്. ഞാനങ്ങനെ രാത്രി കിടക്കുകയാണ്. അപ്പം രാത്രി അവിടെ കിടന്നപ്പം ഭയങ്കര കൊതു. അപ്പം രാത്രി ഭയങ്കര കൊതുവാണ് അവിടെ. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുട്ടാണ്, ഒന്നും കണ്ടുകൂടാ. ഞാൻ അവിടെയൊക്കെ തപ്പിയപ്പം ഒരു പേപ്പർ കിട്ടി. അപ്പം ഞാൻ ആ പേപ്പറിനെ എടുത്ത് രണ്ട് ചെവിയിലാറ്റ് വെച്ച് രാവിലെ ഞാൻ അഴിച്ച് നോക്കി. അവിടെ ചെവിയിൽ ആ പേപ്പറില്ല, ഉറക്കത്തിലത് പോയി. രാവിലെ നോക്കിയപ്പം ഈ 10 രൂപ ഒരു നോട്ടിന് രണ്ടായിട്ട് കീറി. എനിക്ക് തോന്നുന്നു അന്ന് 10 രൂപ നോട്ട് എത്രത്തോളം കട്ടിയുണ്ടായിരുന്ന എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും 10 രൂപ നോട്ടിന് രണ്ടായിട്ട് കീറി രണ്ട് ചെവിയിൽ വെച്ച്. രാവിലെ നോക്കിയപ്പം 10 രൂപ നോട്ട് കീറി ആണ് ചെവിയിൽ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് രസകരമായ ഒരു കാര്യമാണ്. അത് കേൾക്കുന്നവർക്കും രസകരമാണ്. അങ്ങനെ ഈ അഞ്ചലിൽ ഞാൻ ടൂറ് പണിക്ക് വന്നപ്പം അന്നത്തെ 2 കഥകളാണ്. ഇത് അതായത് കുരിശുമുക്കല്ലേ. നമ്മൾ ഈ അഞ്ചൽ പോകണ്ട, ഇതിപ്പം പുതിയൊരു ബൈപ്പാസ് വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോവാം. അഞ്ചൽ കുരിശുമുക്ക്. ഞാനിപ്പം പുനലൂരെത്തി. നമുക്ക് പുനലൂരിൽ നിന്നാണ് റൈറ്റ് തിരിഞ്ഞ് ശബരിമല പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് തിരിയാം. ഇതാണ് പുനലൂർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റ് തിരികെയാണ് ശബരിമല. പാലമുണ്ട് പുനലൂരത്തെ തൂക്കുപാലം. ശബരിമല 101, പത്തനാപുരം 13, മൂവാറ്റുപുഴ 148. നമ്മുടെ അടുത്ത ജംഗ്ഷൻ എന്ന് പറയണത് പത്തനാപുരത്തുനിന്ന് പത്തനംതിട്ട കയറാതെ കുമ്പഴ വഴി, കുമ്പഴ എന്നാണ് പറയുക. ഒരു വഴിയുണ്ട് കുമ്പഴ.
ഇനി അടുത്ത ജംഗ്ഷൻ പത്തനാപുരമാണ്. അവിടുന്ന് കുമ്പഴ വഴിയാണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത്. ഇതിൽ ഞാൻ 100-ലൊന്ന് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഈ വഴി 100 കയറുമോ എന്നോ. പക്ഷേ ഈ റോഡ് നമുക്ക് ഈ സൈഡെല്ലാം ആസ്വദിച്ച് പോകണമെങ്കിൽ ഈ 100-ലൊന്നും പോയാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് പോകണമെങ്കിൽ ഒരു 50-60-നകത്ത് പോയാലേ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് കണ്ടു പോകാൻ പറ്റുള്ളൂ. സ്പീഡിൽ പോയാൽ എനിക്ക് എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങൾ കാണുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഭംഗി. ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണണം. അപ്പം നമ്മൾ ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. മറ്റേത് നമുക്കെല്ലാം കണ്ട് പോവാം. ശബരിമല 64 കിലോമീറ്റർ. അവിടെ നിന്ന് വന്നിട്ട് താഴത്തെ റോഡാണ്. അടുമ്പോൾ താഴത്തെ റോഡ് വഴിയാണ് നമ്മൾ ശബരിമലയിലോട്ട് പോകുന്നത്. നല്ല ഭംഗിയുണ്ട്. നല്ല മലയുടെ മുകളിൽ മഞ്ഞെല്ലാം നല്ല ശബരിമലയിലൊക്കെ പോയി തിരിച്ചു വരണവരാണ് ആ വഴി. ഇന്ന് നട അടയ്ക്കുന്ന ദിവസമുണ്ട് 18-ാം തീയതി. 1-ാം തീയതി തൊട്ട് ഈ മാസം 18-19 ദിവസം നട തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇനി അടുത്ത മാസം 1-ാം തീയതി അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പം നട തുറക്കും. നല്ല ഫോഗ് മൂടിക്കിടക്കുന്നു. ഇതാണ് പൂങ്കാവനം തുടങ്ങുന്ന ശബരിമലയിൽ. ഇവിടെ പൂങ്കാവനം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട്.
കാട്ടിനകത്തൂടെ ആയതുകൊണ്ട് നല്ല കുറച്ച് തണുപ്പുണ്ട്. നല്ല രണ്ട് സൈഡിലെ വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോകണം, നടുക്കൂടെ പോകണം. സ്ട്രൈറ്റ് റോഡാണെങ്കിൽ നമുക്ക് നടുക്കൂടെ കുറച്ച് കയറി പോകാം. പക്ഷേ ഈ വളവുകളാവുകൊണ്ട് നമുക്ക് ഞാൻ ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഭംഗി, അതായത് നമ്മൾ മറന്നു പോകാത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി ഭംഗിയുള്ള ആസ്വദിച്ച് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വീട്ടിൽ നല്ല മനസ്സോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മളെവിടെയെങ്കിലും സമാധാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഒരു മനസ്സിനകത്തൊരു ചിന്ത കിട്ടും. ഇപ്പം നമ്മൾ കൊടൈക്കനാൽ, ഊട്ടി ഇവിടെയൊക്കെ പോകുമ്പോൾ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, പക്ഷേ നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഈ പച്ചപ്പൊക്കെയാണ് നമ്മളെ മനസ്സിനകത്ത് എപ്പോഴും നമുക്ക് നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. ഈ പച്ചപ്പൊക്കെയാണ്, പച്ച മലകൾ, ഈ തണുത്ത ഒരു അന്തരീക്ഷം. നമ്മൾ ചൂടിൽ നിന്ന് തണുത്ത ഒരു അന്തരീക്ഷത്തിലോട്ട് പോകുമ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു കുളിർമ ഉണ്ടാകുന്നത്. ഞാനൊക്കെ പണ്ട് തൊട്ടേ അതൊക്കെ നമ്മളുടെ കാര്യങ്ങളൊക്കെ, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പലരും വിശ്വസിക്കാറില്ല. ഞാനൊരു 25 വർഷത്തിന് മുമ്പൊക്കെ മൂകാംബികയിൽ ബൈക്കിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കില്ല. മൂകാംബിക, പക്ഷേ എനിക്ക് അവിടുത്തെ ഓർമ്മ, എൻ്റെ മനസ്സിനകത്ത് അവിടെയുള്ള സ്ഥലങ്ങൾ അത്രയ്ക്ക് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഉടുപ്പി, ധർമ്മസ്ഥൽ, പിന്നെ മൂകാംബിക, ഗുഡജാത്രി, ഇവിടെ എല്ലാം ഞാൻ ബൈക്കിൽ പോയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവിടെ ഇതൊന്നും എനിക്ക് ഒരു ഓർമ്മയിൽ വരുന്നില്ല. അത് അന്നത്തെ രക്തത്തിളപ്പിൽ പോയതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു മധുര ബൈക്കിലൊക്കെ ആ കാലഘട്ടത്തിലാണ് മധുരയിൽ, പളനി, ഈ കുറേ സ്ഥലങ്ങളിൽ ഒക്കെ പല സമയങ്ങളിലായിട്ട് ബൈക്കിൽ ഞാൻ കൊടൈക്കനാൽ, ഊട്ടിയിൽ ഒക്കെ പോയിട്ടുണ്ട് ബൈക്കിൽ. അതൊക്കെ അന്നത്തെ ഒരു സമയം. പക്ഷേ പിന്നെ ഞാൻ ഇത്രയും ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ വണ്ടി എടുത്ത. പിന്നെയാണ് ഞാൻ ഈ വണ്ടി, എൻ്റെ മകനെടുത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ അവൻ ഓടിയെന്നും കൂടുതലാണ് ഞാൻ ഓടിക്കുന്നത്.
അവ ആ പാടെ കുറച്ച് ദൂരെ ഓടിയിട്ടുള്ളൂ. ഞാൻ കുറേ ദൂരം കുറേ സ്ഥലങ്ങളിൽ ഈ വണ്ടി കിട്ടിയ പിന്നെ പോയായിരുന്നു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ഈ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പം എൻ്റെ മനസ്സിനകത്ത് വെച്ചാൽ ഒറ്റയ്ക്ക് പോകണം എന്നാണ്. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമ്മളെ ഭഗവാൻ നേരിട്ട് നമ്മളെ വിളിക്കണമെന്നാണ് എൻ്റെ ഒരു സങ്കല്പം. ഇപ്പം നമ്മൾ കൂട്ടത്തോടെ പോകുമ്പം നമുക്ക് ചിലപ്പോൾ നമ്മളെ ഭാഗ്യം കൊണ്ടായിരിക്കുമല്ലോ പോകണം, മറ്റവർക്ക് ഭാഗ്യത്തിൻ്റെ പുറത്തായിരിക്കും നമുക്ക് അവിടെ പോകാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും ഈ ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എല്ലാവരും കൂടെ കാശ് മുടക്കിയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് പക്ഷേ എൻ്റെ മനസ്സിനകത്ത് ഞാൻ പോകുന്നതെല്ലാം ഒറ്റയ്ക്ക് ക്ഷേത്രങ്ങളിൽ പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നെ ഡയറക്റ്റ് ഭഗവാൻ വിളിക്കുന്നതായിട്ട് എനിക്കപ്പോൾ തോന്നുള്ളൂ. എനിക്ക് എന്നെ ഭഗവാൻ അല്ലെങ്കിൽ എനിക്ക് കാണണം, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ കാണണമെന്ന് എനിക്ക് ഭഗവാൻ തോന്നുകയാണെങ്കിൽ നമ്മളവിടെ ഒറ്റയ്ക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. ഒമ്പത് മണിയായി, 4:30 ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് റേഞ്ചും ഇല്ല. വളവും തിരിവുകൊണ്ട് എത്തുന്നില്ല, ഓടിച്ച് പെട്ടെന്ന്. പമ്പ 3 കിലോമീറ്റർ. നല്ല ഹെയർ പിൻ വളവാണ്. നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ അച്ഛൻ്റെ അമ്മേരെയും വീഡിയോകളും എടുത്ത് നമ്മൾ സൂക്ഷിച്ച് അതിനെ പലരും ഈ വീഡിയോ എടുത്തിട്ട് അതിനെ ചിലപ്പോൾ അത് നമ്മളെ കയ്യിൽ കാണത്തില്ല. കല്യാണ കാസറ്റുകളൊക്കെ പലവരെയും മിസ്സായി പോകാറുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിനെയൊന്നും നോക്കാറില്ല, അതെങ്ങനെയെങ്കിലും പോകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ കല്യാണ കാസറ്റുകളായിരുന്നാലും എല്ലാം വളരെ സൂക്ഷിച്ച് വയ്ക്കണം. പിന്നെ നമ്മളാരാണ് മരിക്കണതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ മുതിർന്നവരെയെല്ലാം വീഡിയോകളും അവരെയുള്ള ജീവിതാനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കണം. നമ്മളെ മക്കളെയും നമ്മളെ തലമുറയും അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ച് വണ്ടി നിർത്തിയായിരുന്നു. ഈ സെലിബ്രിറ്റികളെ വീഡിയോകളെല്ലാം യൂട്യൂബിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണും. നമ്മളെ അച്ഛനും അമ്മയൊന്നും സെലിബ്രിറ്റികളല്ലല്ലോ. അപ്പം നമ്മളെ അച്ഛൻ്റെ അമ്മേരെയും വീഡിയോ എടുത്ത് വയ്ക്കാനുള്ള
അല്ലെങ്കിൽ വീഡിയോ ഉള്ളത് വല്ല കല്യാണത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ള വീഡിയോകളൊക്കെ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അപ്പം നമ്മളെ തലമുറകൾക്ക് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും. അതൊന്നും എല്ലാവരും ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഏകദേശം എത്താറായി. സീസൺ സമയത്തൊന്നും കാറൊന്നും പമ്പയിൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ പമ്പയിലെത്തി. പിന്നെ ഇനി ഉള്ള വീഡിയോകളെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോകളാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി കൊണ്ട് വെച്ചെടുത്തോട്ട് പോവാം. മണി എത്രയായി നോക്കട്ടെ. മണി 9:35. BSNL ഓഫീസിൽ അടച്ചേക്കാണ്. എൻ്റെ നമ്മളെ LC വരെ ഒരു കാർഡുണ്ട്. അപ്പോൾ അത് കാണിച്ചാൽ അകത്തോട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ശരി, നമ്മൾക്ക് ഇനി വല്ല വീഡിയോ അപൂർവം മറ്റുള്ള വല്ലതും കിട്ടുകയാണെങ്കിൽ എടുക്കാം. എല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മല കയറുന്ന വീഡിയോ എല്ലാം എടുത്തതാണ്. നമ്മളങ്ങനെ വണ്ടി BSNL ഓഫീസിൽ വെച്ചു. എന്നിട്ട് ഇനി പമ്പയിലോട്ട് പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് അന്ന് വന്ന വീഡിയോകളൊക്കെ ഇട്ടായിരുന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് കുളിച്ചിട്ട് പമ്പയിൽ പോയി കെട്ടി 300 രൂപയാണ് അവിടെ കെട്ടൊക്കെ കെട്ടി ശബരിമലയിലോട്ട് കയറാം. മല ചവിട്ടാൻ പോകണം. ഇന്ന് തന്നെ തിരിച്ച് ഇറങ്ങുകയും ചെയ്യും. ഇന്ന് വീട്ടിൽ പോകും. ഇന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയും ചെയ്യും.
നമ്മൾ ശബരിമല യാത്രയൊക്കെ കഴിഞ്ഞു വീട്ടിൻ്റെ അടുത്തെത്തി. നമുക്ക് 168 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ശബരിമല പമ്പയിൽ നിന്ന് എൻ്റെ വീട് വരെ. ഞാനിപ്പം തിരിച്ചു വന്നതും ഈ പത്തനംതിട്ട വഴി അല്ല, കുമ്പഴ വന്നിട്ട്, പത്തനംതിട്ടയുടെ അടുത്താണ് കുമ്പഴ. നമ്മൾ നേരെ കുമ്പഴ, പത്തനാപുരം, പുനലൂരിൽ നിന്ന് ആയൂർ വന്ന് അവിടെ നിന്നാണ് നമ്മൾ വെഞ്ഞാറമ്മൂട് വന്നിട്ട് പോത്തങ്കോട് വഴി എൻ്റെ വീട്ടിലെത്തിയത്. ഇപ്പം ഇവിടെ 168 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീടെത്തി. കുറച്ചാൾ വന്നു. എൻ്റെ വീട്ടിലോട്ട് കയറുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ വീഡിയോയുമായി നീ കാണാം.